ഹായ് ഗായ്സ്, എല്ലാവർക്കും മൂവി കാർഡിയാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എമ്പുരാൻ മാർച്ച് 27-ന് ആഗോളതലത്തിൽ റിലീസ് ചെയ്യപ്പെടുകയാണ്. മലയാളം, ഹിന്ദി, തമിഴ്, കന്നഡ, തെലുങ്ക് ഭാഷകളിൽ ചിത്രം ലഭ്യമാകും. മുരളി ഗോപി തിരക്കഥ രചിച്ച ചിത്രത്തിൽ മോഹൻലാൽ ഖുറേഷി അബ്രാം അല്ലെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. പൃഥ്വിരാജ്, മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, ഇന്ദ്രജിത് സുകുമാരൻ, സുരാജ് വെഞ്ഞാറമൂട്, ജെറോം ഫ്ലിൻ എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുന്നു. ചിത്രത്തിന്റെ ടീസർ ജനുവരി 26-ന് പുറത്തിറങ്ങിയിരുന്നു. മലയാള സിനിമാ ചരിത്രത്തിലെ ആദ്യ ഐമാക്സ് റിലീസായി എത്തുന്ന എമ്പുരാൻ ലൈക്ക പ്രൊഡക്ഷൻസ്, ആശീർവാദ് സിനിമാസ്, ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ സുഭാസ്കരൻ, ആന്റണി പെരുമ്പാവൂർ, ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. പൃഥ്വിരാജ് പ്രേക്ഷകർക്ക് നിർദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്: സിനിമയുടെ എൻഡ് ക്രെഡിറ്റുകൾ ശ്രദ്ധയോടെ കാണണമെന്നും അതിൽ മൂന്നാം ഭാഗത്തെക്കുറിച്ചുള്ള സൂചനകൾ അടങ്ങിയിരിക്കുന്നതിനാൽ സിനിമ തീർന്ന ഉടൻ തിയേറ്റർ വിട്ടുപോകരുതെന്നും ആണ്. മോഹൻലാൽ എമ്പുരാൻ ചിത്രത്തിന് ലഭിക്കുന്ന റെക്കോർഡ് ബുക്കിങ്ങിനെ കുറിച്ചും സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള പ്രതീക്ഷകളെക്കുറിച്ചും തുറന്നു പറഞ്ഞു. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ബുക്കിംഗ് റെക്കോർഡുകളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സംഭവത്തെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് പ്രതികരിച്ചത്: 100% സന്തോഷം തന്നെയാണ്. എന്നാൽ അത് അതിൽ മാത്രം ഒതുങ്ങുന്നില്ല. സന്തോഷത്തെക്കാൾ സംതൃപ്തിയാണ് അത്. ഇത്രയേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഞങ്ങൾ ഈ സിനിമയ്ക്കായി അതിശയകരമായി കഷ്ടപ്പെട്ടിട്ടുമുണ്ട്. എമ്പുരാൻ ആയി കാത്തിരിക്കുന്ന ആരാധകർ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്ന ചോദ്യത്തിന് അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: ചിത്രം വലിയ ലെവലിലേക്കാണ് പോകുന്നത്. മലയാള സിനിമയുടെ അതിരുകൾ നീക്കി ആഗോളതലത്തിൽ മലയാളി പ്രേക്ഷകർക്ക് അഭിമാനിക്കാവുന്ന ഒരു ത്രില്ലിംഗ് അനുഭവം ഒരുക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. മോഹൻലാൽ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട തന്റെ അനുഭവങ്ങളും അതിന്റെ നടത്തിപ്പിൽ നേരിട്ട വലിയ വെല്ലുവിളികളും തുറന്നു പറഞ്ഞിരിക്കുകയാണ്. വലിയ ട്രോമകളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. ഒരുപാട് തടസ്സങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, അവസാനം എല്ലാം തലകീഴായി മറിഞ്ഞു. ഒടുവിൽ ഞങ്ങൾ ഒരു വെളിച്ചം കണ്ടു. അതൊരു അനുഗ്രഹമാണ്. ചിത്രം ഒരുങ്ങുന്നതിനിടെ നേരിട്ട സാങ്കേതിക തടസ്സങ്ങൾ മുതൽ ഷെഡ്യൂൾ വൈകലുകൾ വരെ എല്ലാം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാനായതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എമ്പുരാൻ വിജയം നേടുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: ചിത്രം പ്രേക്ഷകർക്ക് ഒരു പുതിയ അനുഭവം നൽകും. ലൂസിഫർ കണ്ടവർക്ക് അതിന്റെ മികച്ച വികസിത രൂപമാണ് എമ്പുരാൻ. വലിയ കഠിനാധ്വാനം തന്നെയാണ് ഇതിന്റെ നേട്ടത്തിന് പിന്നിലുള്ളത്. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം നിന്ന എല്ലാവർക്കും നന്ദി. ആളുകൾ ഇതിനായി കാത്തിരിക്കുകയായിരുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം തോന്നി. ലൂസിഫറിലും ബ്രോഡാഡിയിലും ഞങ്ങളുടെ കമ്മിറ്റ്മെന്റിലുമുള്ള വിശ്വാസമാണ് അത്. മോഹൻലാൽ എമ്പുരാൻ ചുറ്റുപാടുകളിൽ പ്രേക്ഷകരുടെ അത്യുചിതമായ ആവേശം കണ്ടതിൽ ഏറെ സന്തോഷം പ്രകടിപ്പിക്കുന്നു. തീർച്ചയായും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ആ സിനിമ അത്ഭുതം കാണിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ചിത്രം പൂർണ്ണമായും കണ്ടിട്ടില്ലെങ്കിലും തന്റെ ഭാഗങ്ങൾ, ഗാനരംഗങ്ങൾ എന്നിവ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ പൃഥ്വിരാജ് ചിത്രം വമ്പൻ രീതിയിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ എൻ്റെ ഭാഗങ്ങളും പാട്ടുകളും കണ്ടു. ബ്രില്യൻ്റായി പൃഥ്വി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. മോഹൻലാലിന്റെ ഈ പ്രതികരണങ്ങൾ സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള ആവേശം വർദ്ധിപ്പിക്കുന്നതിന് മാത്രമല്ല, എമ്പുരാൻ വലിയൊരു സിനിമാ അനുഭവമാകുമെന്ന് ഉറപ്പിക്കുന്നതിനും കാരണമാകുന്നു. മോഹൻലാൽ എമ്പുരാനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സിനിമയുടെ ഗുണമേന്മയും അതിനു പിന്നിലെ കഠിനാധ്വാനവുമാണ് പ്രധാനമായും അദ്ദേഹം ഉന്നയിക്കുന്നത്. മനോഹരമായി ചെയ്ത ഒരു ചിത്രമാണ് എമ്പുരാൻ. ചില ഹോളിവുഡ് സിനിമകൾ കണ്ടപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടില്ലേ, എന്തുകൊണ്ട് നമുക്ക് അതിന് സാധിക്കുന്നില്ല എന്ന്? അതൊരു ഹോംവർക്കാണ്. കഥയിലും കളറിലും കോസ്റ്റ്യൂമിലും എല്ലാം തന്നെ. നോട്ട് ജസ്റ്റ് ഇൻ വൺ ആസ്പെക്ട് ബട്ട് ഇൻ എവറിത്തിങ് റിലേറ്റഡ് ടു സിനിമ. പൃഥ്വി അത്രയേറെ ഹോംവർക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ വാക്കുകളിൽ നിന്ന് എമ്പുരാൻ ഒരു ആഗോള നിലവാരത്തിലുള്ള സിനിമയാകുമെന്ന് വ്യക്തം. പൃഥ്വിരാജ് നിർമ്മാണം മുതൽ ദൃശ്യമാന സൗന്ദര്യം വരെ ബഹുദൂരമുള്ള പഠനമാണ് നടത്തിയത് എന്നതും മോഹൻലാൽ വ്യക്തമാക്കുന്നു. എമ്പുരാന്റെ അത്രത്തോളം കരുതലോടെ ഒരുക്കിയ പ്രത്യക്ഷവൽക്കരണം പ്രേക്ഷകർക്ക് എത്രമാത്രം ആസ്വദിക്കാൻ കഴിയുമെന്നതിന്റെ സൂചനയാണ് ഇത്. മോഹൻലാൽ എമ്പുരാൻ സിനിമയെയും അതിന്റെ നിർമ്മാണ പ്രക്രിയയെയും കുറിച്ച് പറയുമ്പോൾ അതിന്റെ അതുല്യമായ ഒരുക്കമാണ് അദ്ദേഹം പ്രത്യേകിച്ച് ഉന്നയിക്കുന്നത്. കഥാപാത്രത്തിന്റെ കാര്യത്തിലായാലും ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിലായാലും ലൊക്കേഷന്റെ കാര്യത്തിലായാലും ഹോംവർക്ക് നടന്നിട്ടുണ്ട്. എല്ലാം പ്രോപ്പർ പ്ലേസിൽ ചെയ്യാൻ സാധിച്ചു. സിനിമയുടെ നിർമ്മാണത്തിൽ അണിയറയിൽ നടന്ന എത്രത്തോളം കഠിനാധ്വാനം ഒടുവിൽ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അവർക്ക് അതിന്റെ മഹത്വം മനസ്സിലാക്കാമെന്നാണ് മോഹൻലാൽ പറയുന്നത്.
അതിനൊപ്പം നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനോടുള്ള തന്റെ നന്ദിയും അദ്ദേഹം പ്രകടിപ്പിച്ചു. പിന്നെ ആന്റണി പെരുമ്പാവൂരിനോടുള്ള നന്ദി പറയാതിരിക്കാനാവില്ല. ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന്. ഇത് കാട്ടുന്നത് എമ്പുരാൻ ഒരു ആമുഖക്കുറിപ്പ് മാത്രമല്ല, മറിച്ച് ഓരോ ഘട്ടത്തിലും സൂക്ഷ്മതയോടെ തയ്യാറാക്കിയ ഒരു സൃഷ്ടിയാണെന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എമ്പുരാൻ എന്ന വമ്പൻ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. മാർച്ച് 27-നാണ് ഈ സിനിമ റിലീസാവുന്നത്. ഏതായാലും നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. ഇങ്ങനെയുള്ള സിനിമാ വിശേഷങ്ങൾ കൂടുതലായിട്ട് അറിയാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും